ഗായ്സ്, സംഭവം നോക്ക്, കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറിയ റോഡ്. ഈ റോഡ് വരുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടാണല്ലേ അല്ലേ? എന്ത് രസമല്ലടാ, പണ്ട് എന്തായിരുന്നു അല്ലേ? കാസർഗോഡ് ഓൾമോസ്റ്റ് അത് റെഡിയായി റോഡ്. ഇനി എനിക്ക് തോന്നുന്നില്ലേ കുറച്ചുകൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാനുള്ള ഒരു ട്രാഫിക് നിയമങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൂടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആവശ്യമായിട്ട് ഉണ്ട്. അതായത് ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം അല്ല 5 വർഷമായിട്ട് കാസർഗോഡേക്ക് ഗൾഫിൽ നിന്ന് വരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിന്റെ ഈ ഒരു ഏരിയയൊക്കെ ഞെട്ടിക്കും. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുണ്ട്. ഒസങ്കടിയാണ്, എൻ്റെ പൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒസങ്കടിയിലെ പല പോക്കറ്റ് റോഡുകളും വന്ന് ജോയിന്റ് ആയിട്ട് ആ ഭാഗത്ത് ജോയിന്റ് ആയിട്ട് ഇവിടെ എപ്പോഴും ബഹളവും അലമ്പും അല്ലെ, സൈഡിലെ കുറെ പെട്ടിക്കടകളൊക്കെ ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. നോക്കിയേ ഏത് ലെവലായി, നോക്കിയേ പുറത്തെ രാജ്യങ്ങളിൽ ഉള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പായി. വേറൊരു ലെവലുണ്ട്. ഊരാളുകളിലാണ് ഇത് ചെയ്തത്. പെട്ടെന്ന് അവർ ഈ ഭാഗം പണി തീർത്ത്. ഇനി കാസർഗോഡത്തെ സിംഗിൾ ലൈൻ ഇത് മാത്രമേ ഉള്ളൂ, പാലം അല്ലെ, ഒരു പില്ലർ പാലം അല്ലെ, സിംഗിൾ പില്ലർ. അടിപൊളിയായിട്ടോ, നമ്മൾ വേറൊരു ലെവലിലേക്ക് പോയി. ഇത് മുഴുവൻ കേരളം മുഴുവനായി. ഏകദേശം മന്ത്രി പറഞ്ഞ പോലെ എപ്പോഴത്തേക്ക് ഡിസംബറിലേക്കാണ് പറഞ്ഞേ, 25 ഡിസംബറല്ലേ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പം നോക്കി ഏത് ലെവലായി നോക്കി. എന്താ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. കണ്ട, ഇതാണ് പറഞ്ഞത്. ഡ്രൈവിംഗ് കൾച്ചറും കൂടെ പഠിക്കാറുണ്ട്. ഇപ്പോൾ കൊണ്ട് ചാമ്പ്യനെ